മുനമ്പത്തെ വഖഫ് ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൽ CPM എന്താണ് 8ന്റെ പണി കൊടുത്തത്, അല്ലെങ്കിൽ CPMന്റെ ഒരു പണിയാണ്, സതീശൻ വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. BJP പറയുന്നു BJPയെ പറ്റിച്ചു എന്ന് പറയുന്നുണ്ട് ഈ മുനമ്പം ജനത. അങ്ങനെയുള്ള ഒരുപാട് ആരോപണം. സത്യത്തിൽ ഈ വിഷയത്തില് മുനമ്പത്ത് എന്താണ് സംഭവിച്ചത്? മുനമ്പംകാരെ ആരാണ് ചതിച്ചത്? മുനമ്പംകാരെ ആരാണ് ചതിച്ചതെന്ന് വലിയൊരു ചോദ്യമാണ്. കാരണം അത് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നതും വഖഫ് ബോർഡ് എന്ന് പറയുന്നതൊക്കെ വലിയൊരു വിഷയമാണ്. ഇപ്പം അതൊന്നും അത്രയൊന്നും ഡീറ്റെയിൽസിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇതിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വളരെ വിശദാംശങ്ങൾ, ആ ഭൂമിയുടെ ചരിത്രം മുതൽ സാമൂതിരി അത് പാട്ടത്തിന് കൊടുക്കുന്ന മുതലുള്ള ചരിത്രം പറഞ്ഞ് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സതീശൻ പറഞ്ഞൊരു കാര്യമാണ്. ആ സതീശൻ പറഞ്ഞത് ഇത് 8ന്റെ പണിയാണെന്നാണ്. 8ന്റെ പണിയല്ല, ഇത് 16ന്റെ കള്ളമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഉമീദ് പോർട്ടലിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു വാക്കാണ്. ആ വാക്ക് തന്നെ തെറ്റാണ്. ഉമീദ് പോർട്ടലിലേക്ക് ഇതുവരെയുള്ള 2025 പുതിയ വഖഫ് ഭേദഗതി ആക്ട് നിലവിൽ വന്നതിന് ശേഷം പ്രജിത സത്യസന്ധമായി അറിയേണ്ട ഒരു കാര്യം, ഇതുവരെ വഖഫായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വസ്തുക്കളുടെ എല്ലാം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അതെങ്ങനെ എൻ്റർ ചെയ്യാതിരിക്കണം? അത് എൻ്റർ ചെയ്യാൻ 6 മാസം സമയം കൊടുത്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടി സംസാരിച്ചപ്പോൾ 6 മാസം കൂടി സമയം കൊടുത്തു. 6 മാസം കൂടി വെച്ച് താമസിപ്പിച്ചതിന് ശേഷം ഇത് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്യാതിരിക്കണം എങ്ങനെയാണ്? ഒരു വഖഫിൻ്റെ ഭൂമിയായി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ആ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞെന്നാണ് 2019 2019 ആരാണ് വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ എന്നറിയോ? അത് പാണക്കാട് റഷീദ് അലി തങ്ങളാണ്. അപ്പം പിന്നെ അന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം, അതായത് എന്ത് ചെയ്യുന്നു, ഇപ്പം ബർത്ത് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ സ്കൂളിൽ പേര് ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ പേര് ചേർക്കാതിരിക്കാൻ പറ്റുമോ? എന്താണ് ഈ പറയണത്? അപ്പം അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡോ നേരെ എന്ത് ചെയ്തു, 8ന്റെ പണി കൊടുത്തു എന്ന് സതീശൻ പറയുന്നത് വെറുതെയാണ്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. സതീശൻ ഇത് എന്താ പറ്റിയെന്ന് വെച്ചാൽ, സതീശൻ അവിടെ ചെന്നിട്ട് മുനമ്പത്തി എന്ന് അതിഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ നടത്തി. ആ പ്രസംഗങ്ങൾ നടത്തിയപ്പോഴെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാരം എന്ന് പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. എങ്ങനെ 10 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റണ്ട?